എല്ലാ വർഷവും ഉണ്ടാകുന്ന ഞങ്ങൾ പുത്തനങ്ങാടി ശോതാമക്കാമിൻ്റെ ആണ്ട് നേർച്ചയായിരുന്നു. 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ വർഷം എല്ലാവരും വരുമ്പോൾ ഇതിന് വേണ്ടി വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഒരു പെരുന്നാളിന് വന്ന പോലെ ആയിരിക്കും. അതുമാത്രമല്ല ഈ പുറത്ത് ഭയങ്കര ക്രൗഡായിരിക്കും കേട്ടോ. ഇതിനെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മലപ്പുറം മിഠായി ഒക്കെ ഉണ്ടാവാറുള്ളത്. മലപ്പുറം മിഠായിയുള്ള ഷോപ്പ് മാത്രമല്ല, അല്ലാതെ ഒരുപാട് കുട്ടികൾക്കുള്ള ഷോപ്പും ഐറ്റംസും ഒക്കെ ഉണ്ട്. ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അത് ഭയങ്കര തെറ്റിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു വണ്ടി കിട്ടിയപ്പോഴാണ് ആളൊന്ന് ഹാപ്പി ആയത്. അതുകൂടാതെ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനുമേമ്മയും ഉമ്മച്ചിയൊക്കെ ഇതാ ബാംഗിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കയ്യിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് തൊട്ടപ്പുറത്ത് കുറേ ഇയറിങ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കസിൻസ് ഇയറിംഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ പാർസലും വാങ്ങിച്ചു, കുറച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്തു കേട്ടോ. ഉപ്പിലിട്ട ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാനിപൂരി കൊടുക്കുന്നിടത്താണ് കേട്ടോ. അപ്പോൾ എല്ലാ പാനിപൂരി അത്ര ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പാനിപൂരി മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 2 പ്ലേറ്റ്. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി വാങ്ങിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഓവറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് കഴിക്കുന്നത് ഇവൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊക്കെ ഓരോന്ന് വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പാനിപൂരിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തതാ ബീച്ചിലൊക്കെ കാണുന്ന പോലത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ടേസ്റ്റ് നോക്കാൻ പറഞ്ഞാണ്ട് ഒരു പ്ലേറ്റ് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ കൈകളായിരുന്നു. എല്ലാവരും കൂടെ ഭയങ്കര ആർത്തി കാണിക്കലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എനിക്ക് കിട്ടൂല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം കഴിച്ചാൽ തുടങ്ങി. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ചായയും ബജിയൊക്കെ ഉള്ള സ്ഥലത്ത് കേട്ടോ പോയത്. ഒരുപാട് ബജി ഉണ്ടാവും എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. ആകെ 3 ടൈപ്പിലുള്ള ബജി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു പ്ലേറ്റ് കായ ബജിയും ഒരു പ്ലേറ്റ് മുളക് ബജിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബജി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുളക് ബജി അത്യാവശ്യം എരുണ്ടായതുകൊണ്ട് തന്നെ ആരും അധികം അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എരുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ സർവത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട് സർവത്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടെ കഴിഞ്ഞ് ഒരുപാട് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി ചെന്നേക്കിനെ ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ടുള്ളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഉപ്പിലിട്ട കുറച്ച് പൈനാപ്പിളും കുറച്ച് പേരയ്ക്കയും കുറച്ച് കുക്കുംബറും മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി അവിടുന്ന് കഴിച്ചതുകൊണ്ട് ആരും ഇതുമ്മക്ക് വല്ലാതെ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് പൈനാപ്പിളൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.